2021 ജിത്തു ജോസഫ് ദൃശ്യത്തിനൊരു സെക്കൻഡ് പാർട്ട് എടുത്തുകൊണ്ട് വന്നു, ദൃശ്യം 2 എന്ന പേരിൽ. ഒരുപാട് വലിയ വിമർശനങ്ങൾ ഇതിനു വേണ്ടി ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാണ് സെക്കൻഡ് പാർട്ട് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സിനിമ റിലീസായപ്പോൾ ഒരുപാട് പേരുടെ പൊളിച്ച ഒരു സിനിമയും കൂടെയായിരുന്നു, അല്ലെങ്കിൽ മൂക്കത്ത് വിരൽ വയ്ക്കും പോലെ ഒരു സിനിമയായിരുന്നു ദൃശ്യം 2 എന്ന സിനിമ. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്താറുള്ളൂ. പലപ്പോഴും ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് പടത്തിൻ്റെ ആ ഒരു പേരിനെ, ആ പടം ഉണ്ടാക്കിയ ഹൈപ്പിനെ ക്യാഷ് ചെയ്യുക എന്നുള്ള ഇതിലായിരിക്കും ഇറക്കുന്നത്. പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്ത കുറച്ച് സിനിമകൾ ഒരു സിനിമയാണ് ദൃശ്യം 2 എന്ന സിനിമ. ഒരു പക്ഷേ ഫസ്റ്റിനോടൊപ്പം ഇല്ലെങ്കിൽ അതിന് മേലെ പോയൊരു ചിത്രം കൂടെയായിരുന്നു ദൃശ്യം 2. വളരെ നല്ലൊരു സ്ക്രിപ്റ്റിംഗ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. ജിത്തു ജോസിൻ്റെ റൈറ്റർ വളരെ നമ്മളെയൊക്കെ മെസ്മറൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ദൃശ്യം 2 എന്ന സിനിമയിലുണ്ട്. ഒരു മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം